നഴ്സിംഗ് ഡയറക്ടറിന് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അങ്ങനെ കർണാടക എൻട്രൻസ് എക്സാം അഥവാ KCET എൻട്രൻസ് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി റാങ്ക് ലിസ്റ്റുകൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ 3 സബ്ജക്റ്റുകളുടെ എൻട്രൻസിന് വന്നിരിക്കുന്ന മാർക്കുകളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ റാങ്ക് ലിസ്റ്റുകൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര റാങ്ക് വന്നെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവലായിട്ടുള്ള മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് കിട്ടുവാനായിട്ട് റാങ്ക് ലിസ്റ്റുകൾ പരിഗണിച്ചാണ് നമുക്ക് അഡ്മിഷൻസ് ലഭിക്കുക. ഇത് കൂടാതെ തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം 3 ലക്ഷത്തിന് മുകളിലായിട്ടുള്ള ഏകദേശം 3.5 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു എക്സാം ഈ ഒരു വർഷം എഴുതിയത്. പക്ഷേ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷം 2.5 ലക്ഷം ആ റേഞ്ചിലുള്ള കുട്ടികൾക്ക് പോലും മികച്ച മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ഒരു വർഷം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് കേരളത്തിൽ നിന്നും ഈ എൻട്രൻസ് എക്സാംസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം റാങ്ക് ഉള്ള കുട്ടികൾക്കൊക്കെ തന്നെ മിക്കവാറും അലോട്ട്മെന്റിലേക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അടുത്ത ഘട്ടമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രം അഡ്മിഷൻസ് എടുക്കുക. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ള ഏതാനും ചില കോളേജുകളുടെ ഓപ്ഷൻസ് മാത്രമായിരിക്കും നൽകുക, അല്ലെങ്കിൽ ഒരു പക്ഷേ ഏജന്റുമാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള കോളേജുകളായിരിക്കും നൽകുക. പക്ഷേ പല കുട്ടികൾക്കും അല്ലെ പേരൻസിനും ഒരു കോളേജിനെ കുറിച്ച് മുഴുവനായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിച്ച് കിട്ടിയെന്ന് വരത്തില്ല. നമ്മൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അംഗീകാരമുള്ള കോളേജ് ആണോ എന്നുള്ളതാണ്. രണ്ടാമത് നമുക്ക് അവിടുത്തെ അക്കാഡമിക് നിലവാരങ്ങൾ, എത്രത്തോളം ഫെസിലിറ്റീസ് ഉണ്ട്, ഒരേ കോളേജിൽ തന്നെ നിരവധി ബാച്ചുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിന്റെ കാറ്റഗറിയിൽ വരുന്ന ആകാശ് മെഡിക്കൽ കോളേജിലാണെങ്കിലും നിരവധി നഴ്സിംഗ് ബാച്ചുകൾ, നഴ്സിംഗ് കോളേജുകൾ ആ ഒരു കോളേജിന്റെ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിലേക്ക് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ KA അല്ലെങ്കിൽ KCET എൻട്രൻസ് എക്സാംസ് എഴുതിയ കുട്ടിയാണോ, റാങ്കിൽ ഏകദേശം 2 ലക്ഷം 2.5 ലക്ഷം ആ റേഞ്ചിൽ റാങ്ക് ഉള്ള കുട്ടിയാണോ, തീർച്ചയായിട്ടും ഏറ്റവും മികച്ച കോളേജുകളിലേക്ക്, മെഡിക്കൽ കോളേജ് മാത്രമല്ല ടോപ്പ് ലെവലായിട്ടുള്ള ഹോസ്പിറ്റലോട് കൂടിയ കോളേജുകളിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏജൻസി വഴിയൊക്കെ ആണെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ല ഉയർന്ന ഡൊണേഷൻ വഴിയാണ് അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫീസ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേസമയം KCET വഴി പോയി കഴിഞ്ഞാൽ ഫീസും ഫുഡും ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം 2.5 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് നമ്മൾ ഫീസ് ഇനത്തിൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം രൂപ ആ റേഞ്ചിലൊക്കെ ഏകദേശം ചുറ്റിപ്പറ്റിയൊക്കെ 10 ലക്ഷത്തിൽ താഴെയായിട്ട് തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക് പഠിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഇത് പല ഏജന്റുമാരും പറഞ്ഞു തരാറില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ KCET എൻട്രൻസ് എക്സാം എഴുതിയ കുട്ടിയാണോ, പ്രോപ്പർ ആയിട്ടുള്ള അലോട്ട്മെന്റ് ഗൈഡൻസ് വഴി നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജിൽ അഡ്മിഷൻസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നഴ്സിംഗ് ഡയറക്ടറിന്റെ ഭാഗത്ത് നമ്മൾ KEയുടെ ഗൈഡൻസ് ബാച്ച് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ സ്പെസിഫൈ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് അടിസ്ഥാനത്തിൽ ആ കോളേജിലേക്ക് അഡ്മിഷൻസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ KEയുടെ അലോട്ട്മെന്റ് ഗൈഡൻസിൽ നിങ്ങൾക്ക് ചേരണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കുക. കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരേ കോളേജിന്റെ പേരിൽ തന്നെ നിരവധി കോളേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സെന്റ് മാർത്തായുടെ പേരും സെന്റ് ജോൺസിന്റെ പേരിലും ഒക്കെ നിരവധി ഡ്യൂപ്ലിക്കേറ്റ് കോളേജുകളും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ഒക്കെ ഈ അടുത്ത് കഴിഞ്ഞല്ലോ, പല ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സ്ഥാനാർത്ഥിക്ക് സെയിം പേരിൽ തന്നെ അപരന്മാരെ നിർത്തുന്നതായിട്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള അപരന്മാര് പലയിടത്തും കാണാറുണ്ട്. പിന്നെ കൂടുതലും ക്രിസ്ത്യൻ കുട്ടികളെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികളെ അട്രാക്ട് ചെയ്യാനായിട്ട് ക്രിസ്ത്യൻ പേരിലുള്ള നിരവധി സ്ഥാപനങ്ങളും കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഹിന്ദുസോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് മാനേജ്മെന്റുകളൊക്കെ നടത്തുന്ന ക്രിസ്ത്യൻ കോളേജുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നൊക്കെ പറഞ്ഞ പല കുട്ടികളും ഈ ഇങ്ങനെയുള്ള കോളേജുകൾ അഡ്മിഷൻസ് എടുക്കുകയും അവസാന ഘട്ടത്തിലാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു കോളേജിൽ തന്നെ നമ്മൾ അഡ്മിഷൻസ് എടുക്കുമ്പോൾ അതിൽ തന്നെ പല ബാച്ചസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ചില കോളേജുകളും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഒരേ പേരിൽ തന്നെ പലപ്പോഴും ഈ പറയുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അഡ്മിഷൻസ് ഒക്കെ മാറിപ്പോകുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട്. വൺസ് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, ട്രാപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ്, KCET അലോട്ട്മെന്റ് വഴി നിങ്ങൾ പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ
അഥവാ നിങ്ങൾക്ക് ഉയർന്ന മാർക്കുള്ള കുട്ടികളാണെങ്കിൽ കേരള ഗൈഡൻസ് അല്ലെങ്കിൽ കേരളത്തിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടുമോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസം മാത്രമാണ് KCT അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ നിങ്ങൾക്ക് കേരളത്തിലുള്ള പോസിബിലിറ്റീസ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ നീറ്റോ എയിംസോ അല്ലെങ്കിൽ മറ്റുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഈ അലോട്ട്മെന്റ് ഗൈഡൻസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ KCT അലോട്ട്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ KCT വഴി എങ്ങനെ ഏത് മികച്ച മെഡിക്കൽ കോളേജിലേക്ക് ജോയിൻ ചെയ്യാമെന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.